ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എല്ലാവരുടെയും നോമ്പ് എങ്ങനെ പോകുന്നു? സുഖമായി പോകുന്നു. അതേപോലെ മാഷാ അല്ലാഹ് നമ്മുടെയും നോമ്പ് ഇതുവരെ അൽഹംദുലില്ലാഹ് നന്നായി എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നോമ്പ് തുറയുടെ പ്രിപ്പറേഷനൊക്കെ നമ്മളൊരു 3 മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിനും നേരത്തെ ഉമ്മ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് ജ്യൂസ്, അതുപോലെ തന്നെ എണ്ണക്കടികളാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഞങ്ങളിതാ ഉള്ളി അരിയലും വഴറ്റലും അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു. പിന്നെ നോമ്പ് തുറക്കാനുള്ള എണ്ണക്കടി ഏത് വേണമെന്ന് ഒരു സംശയമില്ല കേട്ടോ. നമ്മൾ എങ്ങനെ പോയാലും കട്ട്ലേറ്റിലാണ് എത്തുക. അങ്ങനെ അവസാനം കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി വഴറ്റുകയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഷേപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദാ മോള് വന്നിട്ട് ഞാൻ ചെയ്തു തരാ പറഞ്ഞത്. അവൾക്ക് ഇത് മാത്രം ഒന്ന് ചെയ്യാൻ എന്തോ ഇൻട്രസ്റ്റാണ്. അപ്പോൾ അത് വന്ന് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോയിൽ നിൽക്കാൻ ഇൻട്രസ്റ്റ് അല്ലാത്തത് കൊണ്ട് അവൾ അത്ര അങ്ങോട്ട് മുഖം കാണിച്ചില്ല. അങ്ങനെ അമ്മായി വരുന്നതും കാത്തു നിന്ന കുട്ടികൾക്ക് അമ്മായി വന്നപ്പോൾ സന്തോഷമായി. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കിലുള്ള പിന്നാമ്പുറ കാഴ്ചകൾ പറയുന്നത് ഇതാണല്ലോ, പ്രിപ്പറേഷന് എല്ലാതും ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണക്കടികൾ കഴിഞ്ഞിട്ടില്ല, പൊരിക്കൽ. അപ്പോൾ അതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മോനെ കളിക്കാൻ ഒരാൾ കിട്ടിയത് കൊണ്ട് തന്നെ ഇടയിൽ വന്നിട്ട് ഡിസ്റ്റർബൻസ് ഒന്നും ആക്കണ്ടായിരുന്നില്ല. അവന് അവിടെ അവളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ടേബിളൊക്കെ ഒന്ന് സെറ്റായിട്ട് എല്ലാവരിനോട് ഇരിക്കാൻ പറഞ്ഞു കേട്ടോ. നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. പിന്നെ ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ട് കേട്ടോ. അവൻ കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു, അവനും വന്നിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഹാളിൽ എല്ലാവരും കൂടി ഇരുന്നു. ഞങ്ങൾ കുറച്ച് പടകൾ കൂടുതലായതുകൊണ്ട് ഹാളിലിരുന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ആക്കി കേട്ടോ. അങ്ങനെ എല്ലാവരുടെ പള്ളിയിൽ പോക്കും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഫാമിലി മൊത്തം കുട്ടികളൊക്കെ കൂടി ഇരുന്നു പറഞ്ഞാൽ അവരുടെ കോളേജ് ലൈഫും അതേപോലെ തന്നെ അവരുടെ സാർമാരുടെ കാര്യം അങ്ങനെ പറഞ്ഞ് ഭയങ്കര കോമഡി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഭയങ്കര എല്ലാവരും അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ചിരിച്ച് നമ്മൾ ഒരു വഴിക്കാവും, അത്രയും കുട്ടികൾക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ കഥയൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ എക്സാം ചൂടുകൂടി ആയതുകൊണ്ട് എങ്ങനെയുണ്ട് എക്സാം എഴുതിയതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പേര് ടഫ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എക്സാം ടൈം ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നോമ്പ് എക്സാം ഇല്ലാത്ത ടൈം നോക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ എല്ലാവരും ഇറങ്ങി കേട്ടോ. വീട്ടിൽ പോയിട്ട് കുറച്ച് അത്താഴത്തിൻ്റെ പണികളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അത് നോക്കണം പറഞ്ഞിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.